കോവിഡ് കാലത്തെ ബ്രേക്ക് ദി ചെയിൻ പദ്ധതി ക്രമക്കേടിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട്. ചെലവുകളുടെ പൂർണ്ണ ബില്ലുകളോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കണ്ടെത്തലുകൾ തള്ളി മുഹമ്മദ് അഷീൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. അഷീൽ ഒറ്റയ്ക്കല്ല തീരുമാനങ്ങൾ എടുത്തതെന്നും സർക്കാർ തീരുമാനങ്ങളാണ് നടപ്പാക്കിയതെന്നും മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള ബോധവൽക്കരണത്തിനായി സാമൂഹ്യ സുരക്ഷാ മിഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫണ്ടിൽ നിന്ന് 4.3 കോടിയും സ്പോൺസർഷിപ്പ് ഇനത്തിൽ ലഭിച്ച 49 ലക്ഷം രൂപയും ഉൾപ്പെടെ 4.8 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പല ഇടപാടുകളും നടന്നത്. ചെലവുകളുടെ പൂർണ്ണ ബില്ലുകളോ രേഖകളോ ഹാജരാക്കിയിട്ടില്ല. പദ്ധതി ഏകോപനത്തിനായി KSSM ആസ്ഥാനത്ത് വീഡിയോ കോൺഫറൻസ് റൂം സജ്ജമാക്കാൻ 19.64 ലക്ഷം രൂപ ചെലവഴിച്ചതിലും അപാകതകളുണ്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും വകുപ്പുതല അച്ചടക്ക നടപടി വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. എന്നാൽ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശരിയല്ലെന്ന് കാട്ടി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഡോക്ടർ വിശദീകരണ കത്ത് നൽകി. അഷീലിനെ പിന്തുണച്ച മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയും രംഗത്തെത്തി. ഡിപ്പാർട്ട്മെന്റ് ആകെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്തെ ആ ഡിസാസ്റ്ററിന്റെ സമയത്തുള്ളതാണ്. അതൊരു ഗവൺമെന്റിന്റെ ഡിസിഷൻ അനുസരിച്ച് നടത്തിയിട്ടുള്ള, ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.